ഈ പെണ്ണ് നീച്ചിട്ടില്ലേ നേരായിട്ടോ? ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കണിക്ക് വെജ അടുക്കളൊക്കെ ഒന്നും ഇട്ട് കെടുക്കാണ്. ഇന്നലെ രാത്രി ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് നേരാക്കിയിട്ട് പോയി കിടന്നു. കേട്ടില്ല പെണ്ണു. ചായയും കടിയും ഒക്കെ ഇനി ഞാൻ തന്നെ ഉണ്ടാക്കണം. നീച്ചിക്കണ തന്നെയാണ് ആ വാദ്യം. ഒന്നും സഹായിക്കൂല. ഞാൻ ഒറ്റക്ക് ഈ വൈകാത്തോടത്ത് എല്ലാ പണികളും ഞാൻ തന്നെ എടുക്കണം. നീച്ചതാണോ? ഇനി വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അതേക്കാരം. സാജിയെ സാജിയെ ഏടി? ആ എന്താണ്? ഇത് നീച്ചിട്ടില്ലേ? ഞാൻ കുളിക്കാണ്. ആ എന്നാ കുളി കഴിഞ്ഞിട്ട് വേണ്ട വായോ. കുളിച്ച കേറി. ഇനിയിപ്പൊ ഇങ്ങനെ പോള് വിളിക്കണം. ഹലോ പറയടി. ഇല്ല ഇറങ്ങിയിട്ടില്ലേ. ഞാൻ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്ക. ആ സാലറിയുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലേ. ഇനിയിപ്പൊ ജംഷിയുടെ കല്യാണമല്ലേ വരുന്നത്. അതിന് ഡ്രസ്സ് എടുക്കണ്ടേ? തലേന്ന് ഹൽദിക്ക് ഇടണം, കല്യാണത്തിന്റെ അന്ന് ഇടണം. ആ നമുക്ക് ഇന്ന് എടുക്ക. ആ പാർട്ടി വെയർ ആയിട്ട് തന്നെ. അത്യാവശ്യം പൈസ ഉള്ള ഡ്രസ്സ് തന്നെ എടുക്കണ്ടേ? 4 ആൾക്കാര് കാണണായില്ലേ. ആ എന്നിട്ട് നമുക്ക് അവിടുന്ന് വരുമ്പോ എന്തേലും കഴിച്ചങ്ങാണ്ട് വരാം. എന്നിട്ട് വേഗം ഇറങ്ങാൻ നോക്കുന്നു. ഇപ്പൊ എന്തായാലും ഞാൻ ചാടിക്കാൻ നിക്കണില്ല. നമുക്ക് പോകുമ്പോ എന്തേലും കുടിക്കാം. നല്ല പൊറാട്ടയോ അങ്ങനെ എന്തേലൊക്കെ തിന്നുകാണ്ട് പോവാം. ആടി ശരി എന്നാ. പൈസ ഇനിയിപ്പോ എത്ര ഉള്ളതാണോ? എങ്ങനെ ആയാലും നല്ല ഡ്രസ്സ് തന്നെ എടുക്കണം. തള്ള കാണാതെ പോത്തിച്ച. തള്ളക്കറിയും എനിക്കിപ്പോ സാലറി കിട്ടുന്ന ദിവസമാണെന്നുള്ളത്. കിട്ടിയിട്ടില്ലാതെ എന്തെങ്കിലും കാണും. മോണാറേണ്ടി വരും. പൈസ ഒക്കെ എന്തായാലും ഒരു 3000-4000 ഡ്രസ്സ് തന്നെ എടുക്കണം. 2 കൂട്ടം ഡ്രസ്സ് വേണ്ടപ്പോ. ഇപ്പൊ എങ്ങനെയായാലും ബ്യൂട്ടി പാർലറിലൊന്ന് കേറും വേണം. ഇത് എന്റെ നാട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചായ അടിച്ചോ? ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. എനിക്ക് ചായ വേണ്ട. എന്താ എനിക്കിപ്പോ ചായ വേണ്ടാത്ത? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചെന്ന് രാവിലെ ഇങ്ങനെ പോക്കാണല്ലോ. എന്നും ഈ ഒരു ദോശയും പുട്ടും മാത്രല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടായിട്ടാണ്. തിന്ന് മനസ്സിൽ മടുത്തുക്കണു. കാണുമ്പോ തന്നെ ഛർദിക്കാൻ വരും. ഞാൻ എന്തിനാ പിന്നെ ഈ നേരം വെക്കുമ്പോ തന്നെ നീച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കണത്? ഈ വെജാതെയാണ് ഞാനൊക്കെ രാവിലെ നീച്ച് വരുന്നത്. വെജ് എന്തെങ്കിലും പണികൾ എടുക്കുകയും ചെയ്യൂല. ഇജ് ഇങ്ങോട്ട് നീച്ച പുറത്തേക്കും കൂടി വരൂല. എന്നിട്ട് അവിടുന്ന് ബാത്റൂമിൽ നിന്ന് കുളിച്ചങ്ങാണ്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. എന്നിട്ട് ഞാൻ പോവുകയാണെന്ന് പറയാ. നമുക്ക് ആരും പേടിച്ചൊന്നും വേണ്ടല്ലേ. ഈ പേരന്റെ ഉള്ളിലത്തെ സകല പണി ഞാൻ ഒറ്റയ്ക്കല്ല എടുക്കണത്. നിങ്ങൾ ഉണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇരുന്ന് തിന്നാളി. എനിക്ക് എന്തായാലും വേണ്ട. ഇതിങ്ങനെ ശീലാക്കണ്ട. വേറെ വല്ല അസുഖം എന്തെങ്കിലും വരും. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായയും കടിയൊക്കെ. അത് തിന്ന് 2 ദോശ തിന്നാണ്ട് പോയാൽ മതിയല്ലോ. പിന്നെ ഉച്ചക്കൊക്കെ എന്തെങ്കിലും നോക്കിയാ പോരെ. ഇത് രാവിലത്തെയും ഉച്ചക്കത്തെയും ഒക്കെ പുറത്തുനിന്ന് തിന്നിട്ട് വല്ല അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആകെ ഇടങ്ങാറാവുക ചെയ്യാ. ഒരു മനസ്സമാധാനം തരുമോ നിങ്ങള്? എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ നേരം വെക്കുമ്പോ തന്നെ ഞാൻ തിരക്കൂടി എന്നുള്ള പേര് വേണ്ടെങ്കിൽ നമ്മ ഉണ്ടായിരിക്കല്ലേ നല്ലത്.
തൊള്ളനെ കൊണ്ട് തോറ്റ് ഞാന്. എന്തോരം കച്ചറയാണ് ചാടുന്നത്. കാണുമ്പോ നേരം നോക്കുമ്പോ ഇതൊന്നും ചെയ്യാന്ന് വെച്ച ഇപ്പൊ ആണെങ്കി കുറച്ച് ദിവസമായിട്ട് നല്ല വേദനയും കേടൊക്കെ ഉണ്ട്. ഗുളികയാണെങ്കി കഴിയും ചെയ്തിക്കും. എന്താ ഇപ്പൊ കാട്ടൊരു പുറത്തില്ല. പെണ്ണിനോട് എന്തെന്ന് പറഞ്ഞിട്ടപ്പൊ ഞാൻ കൊന്തിക്കും ചെയ്യാ. അടിച്ചൊരു തരുക പോലും ചെയ്യൂല ഓള്. ഇതാണ് ഒരു മക്കളൊക്കെ ഉള്ള ഉമ്മാന്റെ ഒക്കെ ഒരവസ്ഥ. ഒന്നിനും കിട്ടൂല ഓലൊന്നും. എനിക്ക് നല്ലൊരു ആൺകുട്ടി എന്നുണ്ടെങ്കിൽ മര്യാദെങ്കിലും ചെജ്ജും നോക്കാം. അതുമില്ല. ഇനിയിപ്പോ ഫോണ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അതാവും പറയട്ടെ. പിന്നെ ഞാൻ പോവാണ്. പോവാനായജ് ഇക്കേ ഒരു 4 വേദന്റെ ഉള്ളിൽ കൊണ്ടുവച്ച് വരുമ്പോ. എന്റെ അടുത്ത് എവിടുന്ന പൈസ? നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഓരോന്ന് ഇങ്ങനെ കൊടുന്നേരാന്. നിങ്ങൾക്കിപ്പോ എന്തിനീ വേദന്റെ ഉള്ളിക? ഇക്ക എന്താന്ന് അറിയില്ല. നീ നേരം വെളുത്തേക്ക് തുടങ്ങിയതാ മേലും കജ്ജും വേദനയും ഒക്കെ. നീച്ച് നടക്കാനാണെങ്കിൽ വെജ്ജേനു. എന്തെല്ലാം ഒരു പണിയോട് ഇത് തന്നെ കണ്ടില്ല. അപ്പൊ ഇന്നലെ അടിച്ചൊരു മുറ്റാന്നുള്ളത് പറഞ്ഞറിയിക്കണം. തീരെ വെജ് വരുമ്പോ ഒന്ന് കൊണ്ടേ. അസുഖങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവോന്നില്ല. ഇത് 24 മണിക്കൂറും എവിടെയെങ്കിലും ചെറിയൊരു വേദന വരുമ്പോഴത്തേക്കും ഗുളികണ്ട് എടുത്ത് കുടിക്കുക. എന്നിട്ട് 4 ആൾക്കാരെ അറിയിക്കുകയും ചെയ്യുക അസുഖാണ് എന്നുള്ളത്. എന്റെ അടുത്ത് പൈസ ഇല്ല. ഇന്നോട്ട് നിങ്ങള് പറയും വേണ്ട. ആകെ കുറച്ച് സാലറി ഉള്ളൂ. അതിന് ഇവിടുന്ന് ബസ്സിനുള്ള പൈസയും ചെലവിന്റെ പൈസ ഒക്കെ പോയിട്ട് ബാക്കി എന്തൊക്കെ ഉണ്ടാവുക. എനിക്ക് പിന്നെ കൂട്ടുകാരുടെ കല്യാണം വരും. എനിക്ക് ഡ്രസ്സ് എടുക്കുകയൊക്കെ വേണം. ഇപ്പൊ തൽക്കാലം ഗുളികൊന്നും കുടിക്കണ്ടാണ് മാറിക്കോളും. ആരോട് പറയാനപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ. ഓലെ വാപ്പ ഉണ്ടായിരുന്ന ഒന്നിനൊരു മുടക്കം വരുത്തിയില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥ ആയിപ്പോ. പെണ്ണിന് എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. പഠിക്കണ കാലത്തൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജോലിയൊക്കെ ആയി സ്വന്തമായിട്ട് നയിക്കൽ തുടങ്ങിയപ്പോ ഉമ്മാനെ വേണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്നാണ് പോവാൻ നല്ലത്. ഇതൊന്നും കാണും കേൾക്കൊന്നും വേണ്ടല്ലോ. എന്നാലും എന്റെ കുട്ടി ഒറ്റക്കാവും വിചാരിച്ചിട്ട് ഞാൻ ഗുളികയും മരുന്നൊക്കെ കുടിച്ച് നടക്കണത്. ആ ചിന്ത നോക്കില്ല. ആരെനിപ്പോ അവിടെ ഫോൺ അടിക്കണം? അതാട്ടല്ലോ. ഹലോ. വലൈക്കും സലാം. എന്താ ഇങ്ങനൊക്കെ പോണ്? ഓള് പോയിക്കണ്. ഇക്ക് തോന്നി. എന്ത് പറയാനാണ്, വേദന ഒക്കെ നല്ല ഉണ്ട് ഇപ്പോ. ഇന്നാണെന്നുണ്ടെങ്കിൽ മരുന്നൊക്കെ കഴിയും ചെയ്തിക്കണ്. എന്താ കാട്ടണ്ടേന്നൊരു പുറത്തില്ല. ഇക്ക് മനസ്സിലാവും. തിരക്കന്നെ ഇക്കാരല്ലോ. അതുകൊണ്ട് ഇക്കാരം കൊണ്ട് വരാത്തുന്നുള്ളത്. പിന്നെ ഇവിടെ പുറത്തൊന്നും കാണലും ഇല്ല. നിങ്ങൾ അവിടെ ഉണ്ടാവലില്ലേ? അതെ. ഇനിയിപ്പോ എന്തായാലും ഓള് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഞാനാണ്ട് വരണ്ട്.
ഉം പിന്നെ നിങ്ങളടുത്ത് പൈസ എന്തെങ്കിലും ഉണ്ടാ? എന്ന് എന്റെ മരുന്നൊന്ന് കൊണ്ടിക്കാനേന്ന് നിങ്ങളൊന്ന് കൊടുന്നു തരും. നിക്കാണെങ്കി പോവാൻ വെച്ച പുറത്തേക്ക് ഈ വെയിലൊക്കെ കൊള്ളുമ്പോത്തിന് തലയിറ്റൊക്കെ ചെയ്യ. അതെ, ഇനിയിപ്പൊ എന്താ കാട്ട? പെണ്ണിനോട് അറിഞ്ഞപ്പോ പെണ്ണിന്റെ അടുത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞു. അവളെ അടുത്ത് ഇല്ലാറിഞ്ഞപ്പോ ബുദ്ധിമുട്ടിക്കാൻ വയ്യല്ലോ ചിട്ടാ. എന്റെ ഏടത്തി വന്നപ്പോ ഒരു 500 തന്നീന്ന്. അത് പിന്നെ ഓൾക്ക് ഞാൻ ബസ്സിന് കൊടുത്തിട്ടും ഒക്കെ ആയിട്ട് അത് തീർന്നു. ഇപ്പൊ ഓൾക്ക് ശമ്പളം കിട്ടിയിരിക്കണ്. ഞാൻ ഓളോട് ചോദിച്ചപ്പോ ഓള് എന്നോട് പറഞ്ഞു എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ എത്ര വെച്ചിട്ട് ഇപ്പൊ ഓളോട് ഇങ്ങനെ പറയാ? ഓൾക്കൊന്നും ഇപ്പൊ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് പൈസ തരണം ചെലവാക്കണം എന്നൊന്നും. പിന്നെ ഇപ്പൊ ഓളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഓൾക്ക് ഇന്റെ അസുഖത്തിനെ പറ്റിട്ട് അറിയില്ലല്ലോ. ഞാൻ ഓളോട് പറയാതിരിക്കണന്നെ. അതറിഞ്ഞിട്ട് ഞാൻ അത് സങ്കടപ്പെടാന്. അതൊക്കെ നിങ്ങള് പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു പണി എടുക്കാനും കൂടുതലോർക്ക് എന്നോട് ഭയങ്കര ഒരു ദേഷ്യമുള്ള പോലെ. എന്താണെന്നൊന്നും അറിയില്ല. അന്നിപ്പോ ഒരു ചെക്കന്റെ പിന്നാലെ കണ്ടു പറഞ്ഞിട്ട് ഞാനത് ചോദിച്ചില്ലേ. ചെലപ്പോ അതൊക്കെ കൂടെ ഇക്കാരം ഓക്ക്. ഓല് തമ്മിൽ ഇഷ്ടത്തിലാന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടിന്. അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഒക്കെ ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇനിയിപ്പൊ എന്തൊക്കെയാണ് ആവോ. ആയിക്കോട്ടെ. കാക്ക വന്നിട്ട് തന്നാ മതി. ഓലെ കൊണ്ട് കൊണ്ടിച്ചാ മതി. വലിയ കുഴപ്പമൊന്നുമില്ല. വേണ്ട വേണ്ട, വേറെ ആരെടുത്തൊന്നും വാങ്ങുവൊന്നും വേണ്ട. എന്നായിക്കോട്ടെ. എന്നാല് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ശരി എന്നാ. പെണ്ണിപ്പൊ എന്റെ അസുഖത്തിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊരു സങ്കടാവും. തീരെ വെയ്യേനും. വെച്ച മനസ്സിന് എന്തൊരു ചൂടാണ്. ആ ബിരിയാണി നിന്നിട്ടാണെങ്കിൽ വെള്ളത്തിൽ കഴിച്ചിട്ട് വയ്യ. ഈ തള്ള ഇതില് വെള്ളം നിറച്ച് വെച്ചിട്ടില്ലേ? ഇതൊക്കെ എന്നും പറയണം നീ. ഇമ്മ ഇമ്മ ഇജ്ജ് വന്നിക്കണാ? നിങ്ങൾ എന്താ ഇതില് തുള്ളി വെള്ളം നിറച്ചേക്കാത്തത്? എന്നും ഇതിങ്ങനെ പറയണോ? മനുഷ്യന്മാർ ദാഹിച്ച് പൊരിഞ്ഞു വരുമ്പോ ഒരു തുള്ളി വെള്ളവും ഉണ്ടാവില്ല ഇവിടെ. ഞാന് മറന്നതാണ് കൊടുന്നേക്കാന്. ആ അടുക്കളയിൽ പോയിട്ട് ആ കുടത്തിൽ അത് വെള്ളം എടുത്താലും കുടിച്ചൂടാ എനിക്ക്. ആ എടുത്ത് കുടിക്കാൻ നിങ്ങൾ എന്നോട് പറയൊന്നും വേണ്ട. എനിക്കറിയാം. നിങ്ങൾ തുള്ളി ചായന്റെ വെള്ളമെങ്കിലും ഉണ്ടാക്കി തരുവോ? ഇത് ആഴ്ച പൊരിഞ്ഞിട്ട് മനുഷ്യന്മാര് കേറി വരുന്നത്. ഉച്ചക്കാണെങ്കിൽ ഒന്നും തിന്നിട്ടുമില്ല. ചായ ഒന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് വെജായിട്ട് എനിക്ക് നീച്ച് നടക്കാൻ വെജ. എന്റെ ശരീരം മൊത്തം വേദന ആയിട്ട് പനിയൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. ഇതൊന്ന് പോയിട്ട് ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കി നോക്കാം. എന്നിട്ടൊക്കെ ഒരു തുള്ളി വെള്ളം ചെന്ന് കൊടുന്ന നോക്കാം. ഞാൻ തിരുമ്പി കുളിച്ചൊന്നും ചെയ്യാതെ ഞാൻ അവിടെ പോയി കിടന്നതാണ്. ഞാൻ എന്നോട് ഗുളിക കൊല്ലാൻ പറഞ്ഞില്ല. ഇത് കൊടുന്നത് സുഖമൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ഗുളിക കൊണ്ടാ നിക്ക. വേറെ പണിയില്ല. ഈ പേരന്റെ ഉള്ളിൽ ഒരു സ്വസ്ഥയും സമാധാനവും ഇല്ല. ഒന്ന് വന്ന് കേറിയണ്ടല്ലോ ഒരു സ്വൈര്യ, അതും ഇല്ല. സ്വന്തം മകളാണെന്നുള്ള ബോധം കൂടി ഇല്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി വെക്കൂട്ടോ, അതും ഇല്ല. സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. പഠിച്ചോനെ, ഈ പെണ്ണെന്താ ഇങ്ങനെ? പെണ്ണിന്റെ ഇടയിൽ നിന്നൊക്കെ എന്നെ കൊണ്ടുപോയിക്കൂടെ? ഇതിനെ എന്നിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിക്കണത്. ആകെ ഇങ്ങോട്ട് പൊന്തിയും കാടും ഇങ്ങോട്ട് നിറഞ്ഞിക്കും. ഉള്ളില് ഏടി ഇജ്ജ് എവിടുക്ക പോണേ? ഇങ്ങളെ ഇത് ഞാനും വിചാരിച്ച ആരാണാവോ.
എന്താ ഈ പൊന്തേ പണി നിങ്ങക്ക്? ഞാനെടി ആകെ പൊന്തയും കാടും കെട്ടിയിരിക്കണ്. ഏത് സമയവും പാമ്പും ചേരും തന്നെയാണ്. ഈ കുട്ടികളൊക്കെ നടക്കണ കളിച്ചണൊക്കെ വഴിയോളല്ലേ. അപ്പൊ ഒന്ന് നേരാക്കാ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പണിക്കാരെ ഏൽപ്പിച്ചതേന്ന്. ഇനിയിപ്പോ പണിക്കാര് വരുന്നതാണ് അല്ലേട്ട് ഇപ്പൊ ഞാൻ തന്നെ ഇറങ്ങിയേക്ക ഒരു മടാൾ എടുത്തുങ്ങാണ്ട്. നല്ല പൊന്തയും കാടും ഉണ്ടേന്നു. എത്ര വെട്ടിയാലും നേരാവില്ല. ഇപ്പൊ ഞങ്ങളവിടൊക്കെ അങ്ങനെ തന്നെ 4 പുറം ഇങ്ങനെ പൊന്ത ഇട്ടീന്ന്. എത്ര വെച്ചിട്ട് ഇതിപ്പോ നേരാക്കുക? ഞാൻ പിന്നെ അവസാനം അതവിടെ ഇട്ട്. അതന്നെ പറഞ്ഞത്. അല്ല ഇജ്ജിപ്പോ എവിടുക്ക പോണത് ഈ നേരത്ത്? ഞാൻ ആ ഖദീജാന്റെ മകളെ അടുത്തൊക്കെ ഒന്ന് പോവുകയെന്നേ. മരിച്ചിട്ട് ഇപ്പൊ 4-5 ദിവസമായല്ലോ. കുടുംബങ്ങളൊക്കെ പോവും ചെയ്തിക്കണ്. ഇപ്പൊ ആ കുട്ടി ഒറ്റക്ക് അയക്കണ്. എന്തേലും തിന്നോ കുടിച്ചോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയട്ടെ വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. എന്താ ഇപ്പൊ കാട്ടുക? ഓരോരോ ഇടങ്ങറ് വരുന്നതല്ല ഇപ്പൊ ഇത്. എന്നിട്ടിപ്പൊ എന്താണാവല്ലേ പാട് പെണ്ണിന്റെ? ആർക്കറിയാം എന്താ പാട് എന്നൊക്കെ. ഉമ്മ ജീവിച്ചിരിക്കണ അന്ന് മകൾക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാല്. ഇപ്പൊ എന്താ പാടുന്നൊന്നും അറിയില്ല. ഞാൻ പിന്നെ പോയി നോക്കിയിട്ടില്ല. 3ന്റെ അന്നൊന്നും പോയിങ്ങാണ്ട് വന്ന് പിന്നെ പോയിട്ടുമില്ല. അന്നൊക്കെ പിന്നെ നല്ല നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ പാടുന്ന് ആർക്കറിയാം. എന്തായാലും ഒന്ന് പോയോക്കട്ടെ ഞാൻ. എന്തായാലും തിന്നിക്കണോ ഇല്ലയോന്നൊന്നും അറിയായിട്ടേ ഒരു സമാധാനം ഇല്ല. എന്റെ പെണ്ണിന്റെ ഒപ്പാണല്ലോ ഓള് ജോലിക്കൊക്കെ പോയിരുന്നത്. അപ്പൊ എന്നോട് അറിയാം നിങ്ങളൊന്ന് പോയി നോക്കി എന്തേലും തിന്നിക്കണോന്നൊന്നും അറിയാലോന്ന് അറിഞ്ഞു. അപ്പൊ മറ്റേ പെണ്ണോട് പെറ്റെടുക്കും ചെയ്യല്ലേ. ഇപ്പൊ എന്തായാലും പോയോക്കട്ടെ. ഒന്നും തിന്നിട്ടില്ലാന്നുണ്ടെങ്കി എന്തേലുമൊക്കെ വെച്ചുണ്ടാക്കിട്ട് കൊടുന്നു കൊടുക്കട്ടെ. എന്നെ ഈ നേരം വെളുത്താൽ ഈ ബാഗും തൂക്കിങ്ങാണ്ട് പോവാന്നല്ലാതെ എന്തെങ്കിലും ഒരു പണി ആ പെണ്ണ് എടുത്തു കൊടുക്കുവോ? അത് 4 പുറം നേരാക്കലും വെച്ചുണ്ടാക്കലും ഒക്കെ കൂടെ ആയിട്ട് അതിന് വെജാതായി. അല്ല അപ്പൊ എന്താ പറയാ? എന്നെ പറഞ്ഞത് ഇപ്പൊ. ഓള് പോയപ്പോ എന്തോ പോലെ. മരിച്ചിട്ടില്ലാന്ന് തന്നെ ഇങ്ങനെ തോന്നുക. ഇജ്ജ് പോയി നോക്ക്. എനിക്കും ആളൊന്ന് പോയി നോക്ക. ഒരു 5-6 ദിവസം കഴിയട്ടെ വെച്ചിട്ട് തന്നെയായിരുന്നു ഞാനും. കുടുംബങ്ങളൊക്കെ അവിടെ പോയിട്ടൊക്കെ. ഇപ്പൊ എന്തായാലും നാളെ പോയോക്കണം. അപ്പൊ ഞാനവിടെ പോയോക്കട്ടെ. നിങ്ങൾ ആ വെയിലൊക്കെ കൊള്ളാതെ പോയിക്കോളി പെരേക്ക്. വെയിൽ തന്നെയാണ് മളെ. വെയിലൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? എന്താണ് കഴിഞ്ഞങ്ങാണ്ട് അവിടെ പോവാച്ചിട്ടാണ്. എന്നാ ആയിക്കോട്ടെന്നു. ആയിക്കോട്ടെ എന്നാ ഇജ്ജ് ചെല്ല്. വെയിലായി. എന്താ ഇപ്പൊ കാട്ടണ്? ഓരോ മക്കൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മക്കളാണെന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടികളാണെങ്കിലും പറയാം. ഇതൊരു പെൺകുട്ടിയാണല്ലോ ഒരു പെറ്റ തള്ളനെ കാട്ടുന്നത്. അല്ലാതൊരു പെണ്ണ് ഇപ്പൊ എന്താ ഉണ്ടായത്? അതിന്റെ ജീവിതാണ്ട് ഇല്ലാതായി. പെണ്ണിന് ഇനിയിപ്പൊ എങ്ങനെ ആണെങ്കിലും നടക്കാലോ. ഇനിയിപ്പൊ ആരെ പേടിക്കാനുള്ളത്? പണിയെടുക്കണ പൈസ ഒക്കെ ഇനി ഓൾക്ക് ഒറ്റക്ക് എടുക്കുകയും ചേച്ച. കൊറേ നോലോചിച്ചിട്ട് നിലയും വിളിയും കൂടിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഈ മക്കള് കളിച്ചാലും ഇവിടെ ഓരോന്നും കൊടുന്നിട്ടിട്ട് ആകെ പരക്കും. വാതിൽ ചാടിയിട്ടുള്ളൂ. പെണ്ണിപ്പോ എവിടെ? ഏടി മോളെ? താത്ത. ഇജ്ജ് ഇവിടെ ഇരിക്കാണ്. പണികളൊക്കെ കഴിഞ്ഞ എന്റെ? ഇല്ല, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ചായ കുടിച്ചിക്കണോ? ഇല്ല, ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കണം. ഇങ്ങനെ അന്നും വണ്ണും ഇല്ലാതെ ഇരുന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? പോണ്ട ആൾക്കാര് പോയില്ലേ. ആയ കാലത്ത് ഉമ്മാനെ ഒരു വിലയും വെച്ചീന്നില്ല. ഇപ്പൊ ഉമ്മ പോയതിന്റെ ഇടങ്ങറ് നല്ല ഉണ്ടല്ലേ. കരയാൻ വേണ്ടി പറഞ്ഞല്ല ഞാന്. എന്റെ അമ്മ ഒരു ഗുളിക ഒന്നും ഇല്ലാതെ എത്ര ദിവസം കഷ്ടപ്പെട്ടിരിക്കണെന്ന് അറിയാം. എന്നിട്ട് എന്റെ മാപ്പിള വൈകുന്നേരം പണി മാറ്റി വന്നിട്ടാണ് ആ ഗുളിക ഒന്ന് കൊടുന്നു കൊടുത്തിക്കണത്. അന്നോട് പറഞ്ഞിട്ട് ഇജ്ജൊന്നും കൊടുന്നു കൊടുക്കണില്ല എന്നാ ഓള് പറഞ്ഞ എന്നോട്. പിന്നെ ഇപ്പൊ ഓള് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇജ്ജ് എങ്ങനെയാണെന്നുള്ളപ്പോ എല്ലാവർക്കും അറിയാം. ഇമ്മക്ക് എന്താ താത്ത അസുഖമുള്ളത്? ആരും എന്നോട് പറയാതിരുന്നത്? അതൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഉമ്മാനെ നോക്കാതിരിക്കോ? തെറ്റ് പോയതാണ്. പക്ഷെ ഇങ്ങനൊക്കെ സംഭവിക്കുന്നുള്ളത് ഞാനും അറിഞ്ഞില്ല. ഇത്രയും വലിയൊരു അസുഖം എന്റെ ഉമ്മാക്ക് ഉണ്ട് എന്നുള്ളത് അറിയില്ല.
എന്റെ അമ്മ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ പണികളൊക്കെ എടുക്കുന്ന എന്റെ ചിന്ത ഉണ്ടായിരുന്നത്. വെറുതെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറയാണ് വെച്ചിട്ടാണ്. സ്വന്തം ഉമ്മാനെ കൊന്ന മകളായിരുന്നപ്പ ഞാൻ എന്നോട് പറയണ്ടാന്ന് ഓള് പറഞ്ഞതേന്ന്. ഇനി അത് കേട്ടിട്ട് ഞനക്ക് സങ്കടം വരൂച്ചിട്ട്. എന്തായാലും ഒരു ഗുളികൊക്കെ കൊടുന്നു കൊടുക്കായിരുന്നു. ആ ഗുളികയും മരുന്നും ഇല്ലായിട്ടപ്പ എന്റെ ഉമ്മാക്ക് ഈ അവസ്ഥ വന്നത്. ഇജൊന്ന് നോക്കിയെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ടാവുന്നല്ലോ. ഇനിയിപ്പോ അസുഖാണ് എന്നുള്ളത് എന്റെ ഉമ്മ അറിയിച്ചില്ലെങ്കിലും എന്റെ ഉമ്മ ഇടക്കും ലക്കൊക്കെ പറയുന്നുണ്ട് വേദനയാണ്, ശരീരം മൊത്തം വേദന ഉണ്ട് എന്നൊക്കെ. അപ്പോഴും ഇജൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. എന്തിനാ അതിനെങ്ങനെ ദ്രോഹിച്ചിരുന്നു ചേച്ചി? സാരമില്ല, കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് അറിഞ്ഞ പോലെയാണ്. ഇജ് എന്തെങ്കിലും ഉണ്ടാക്കിട്ട് തിന്നാൻ നോക്കുക. എനിക്ക് ഉണ്ടാക്കാൻ അറിയോ? കുറച്ചൊക്കെ ഉണ്ടാക്കാൻ അറിയാം. കറികളൊന്നും അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. ആരും ഉണ്ടാവൂല. അവനാന്റെ ഉമ്മ ഉണ്ടാവുമ്പോ ഉമ്മന്നെ ഉണ്ടാവുള്ളൂ. ഉമ്മ പോയില്ലേ, ഇനിയിപ്പൊ ആരാ ഉള്ളത് എനക്ക്? ആരും എനക്ക് ഉണ്ടാവൂല. ഇപ്പൊ ഈ വന്ന ഞാൻ തന്നെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? എല്ലാരും വരുന്നേനും ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. എന്തായാലും എന്റെ ആള് നല്ലപോലെ നിക്ക. ഇനിയിപ്പൊ പെരയും കൂടിയൊക്കെ നോക്കുക, എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തിന്നൊക്കെ ചെയ്യ. അതേ ഇപ്പൊക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. കരണ്ട. ഇനിയിപ്പൊ ഉമ്മാക്ക് വേണ്ടിട്ട് പടച്ചവനോട് ദുആ ചെയ്യ. അല്ലാതെ വേറെ ഒന്നും ഇപ്പൊ ചെയ്യാനില്ല. പോയ ആൾക്കാർ ഇനി തിരിച്ചു വരുമൊന്നുമില്ലല്ലോ കരഞ്ഞിട്ട്. എന്തായാലും ഞാനാണ്ട് ഇറങ്ങട്ടെട്ടോ. ഓള് പ്രസവിച്ചെടുക്കല്ലേ. അപ്പൊ സാധനങ്ങളൊക്കെ ഓളെടുത്ത് വെച്ചു കൊടുത്തിട്ട് പോണതാണ്. ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൊക്കെ വേണം. അനക്ക് ഞാൻ ഒന്നും ചെയ്തു തരണ്ടല്ലോ. എന്തേലും ഉണ്ടാക്കി തരണ? വേണ്ട, ഞാൻ ചെയ്തോണ്ട്. എന്തേലും ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കൊണ്ടു. ആയിക്കോട്ടെ, ഞാൻ വിളിക്കണ്ട്. എന്റെ ഉമ്മാനെ ഞാൻ ഒരു നേരം പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഞാൻ ഒറ്റക്കായില്ല ഇതിന്റെ ഉള്ളിൽ.